ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം, സർഫസ് ഏരിയയും ഡയഗണലും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പിന് പറയുന്നതാണ് ക്യൂബോയിഡ്. ഇനി ക്യൂബോയിഡിൻ്റെ വോളിയം കാണാനുള്ളത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്കറിയാം ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്. അതിൻ്റെ ലെങ്ത്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണ്. ഈ ബേസ് ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി, ഇനി ഹൈറ്റ് എച്ച്. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇനി ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിന് 6 ഫേസ് ആണുള്ളത്. ഈ 6 ഫേസുകളുടെയും ടോട്ടൽ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസ് ഏരിയ കിട്ടും. ഇതിൻ്റെ ഫ്രണ്ട് ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻറ്റു എച്ച് ആണ്. ഇനി ഈ സൈഡിലുള്ള ഫേസിൻ്റെ ഏരിയ ബി ഇൻറ്റു എച്ച് ആണ്. അതേപോലെ ടോപ്പിലുള്ള ഫേസിൻ്റെ ഏരിയ എൽ ഇൻറ്റു ബി ആണ്. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഫേസുകളുടെയും സെയിം തന്നെയായിരിക്കും ഏരിയ. അപ്പോൾ നമുക്കിതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് എൽ ബി എന്നാണ്. അടുത്തത് ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 സൈഡുകളിലുമുള്ള ഫേസുകളുടെ ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇതിൽ ഈ ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻറ്റു എച്ച്. ഇനി ഈ ഫേസിൻ്റെ ഏരിയ ബി ഇൻറ്റു എച്ച് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ രണ്ടിലും എച്ച് കോമൺ ആണ്. അപ്പോൾ നമുക്ക് എച്ചിനെ പുറത്തേക്ക് എടുക്കാം. എൽ പ്ലസ് ബി ഇൻറ്റു എച്ച്. അപ്പോൾ ഇതാണ് ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇൻറ്റു എച്ച്. ക്യൂബോയിഡിൻ്റെ ഡയഗണൽ അഥവാ വികരണം കാണാനുള്ള ഇക്വേഷൻ √(L² + b² + h² എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൽ ബി എച്ച്. അപ്പോൾ ഇക്വേഷൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3. ഇപ്പോൾ ആൻസർ 60 സെൻറ്റിമീറ്റർ ക്യൂബ് അഥവാ ഘന സെൻറ്റിമീറ്റർ. ഈ ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് എൽ ബി. ഇപ്പോൾ ഇക്വേഷൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 2 ഇൻറ്റു 5 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 4. അപ്പോൾ ആൻസർ 94 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 94 ചതുരശ്ര സെൻറ്റിമീറ്റർ. പിന്നെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇൻറ്റു എച്ച്. എൽ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, ബി 4 സെൻറ്റിമീറ്റർ, എച്ച് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 ഇൻറ്റു 9 ഇൻറ്റു 3. അപ്പോൾ ആൻസർ 54 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ 54 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ ക്യൂബോയിഡിൻ്റെ ഡയഗണൽ അഥവാ വികരണം കണ്ടുപിടിക്കാം. ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ √(L² + b² + h². വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ √(5² + 4² + 3². അപ്പോൾ 5² 25, 4² 16, 3² 9. ഇപ്പോൾ √50 വരും. √50 7.07 സെൻറ്റിമീറ്റർ.